പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഗദ്യപ്രാർത്ഥനയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതങ്ങളായ പ്രാർത്ഥനാകൃതികളാണ് ദൈവദശകവും ഗദ്യപ്രാർത്ഥനയും. മതാതീത ആത്മീയത വഴിഞ്ഞൊഴുകുന്നതും മനനപ്രധാനവുമായ ദൈവദശകം സമൂഹ പ്രാർത്ഥനയുടെ രൂപത്തിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. കുടുംബാംഗങ്ങൾക്കും സഭാംഗങ്ങൾക്കും ഒന്നിച്ച് ജപിക്കാവുന്ന ഭജന കാവ്യം കൂടിയാണ് ദൈവദശകം എന്ന സർവമത പ്രാർത്ഥന. ഭജന എന്ന് പറയുമ്പോൾ എന്താണ് ഭജനം എന്നുള്ളതിനെക്കുറിച്ച് ശ്രീനാരായണ ഗുരു ഭക്തി ദർശനത്തിൽ വളരെ വിശദമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദേവതയെ ഉപാസിക്കുന്നതിന് വേണ്ടി ആ ദേവതയുടെ ഭാവരൂപങ്ങളെയെല്ലാം ധ്യാനാത്മകമായി ജപിക്കുകയും മനന നിധിധ്യാസനാദികളിലൂടെ സാക്ഷാത്കരിക്കുകയും ചെയ്യുന്ന അനുസന്ധാന പ്രക്രിയയാണ് ഭജനം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ സാധാരണ ഒരു സംഗീത പരിപാടി പോലെ ഉള്ള ആ ഒരു ഭജന സംഗീത ശില്പം എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ പല വേദികളിലും കേൾക്കാറുണ്ട്. അത്തരത്തിലുള്ളൊരു ഭജനമല്ല ഇത്. ഇവിടെ ഭജന കാവ്യമെന്ന ആ ഒരു പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭജനത്തിനും മനനത്തിനും വേണ്ടിയാണ് ഗുരു ഈ കൃതി രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഗുരു ഭാവന ചെയ്യുന്ന ഭജനമെന്ന് പറയുന്നത് അനുസന്ധാനമാണ്. എന്നാൽ ഗദ്യപ്രാർത്ഥന അത്തരത്തിൽ ഒരു സംഗീതാത്മകമായ കൃതിയല്ല. ഇതൊരു സർവമത പ്രാർത്ഥന തന്നെയാണ്. എങ്കിൽ പോലും ദൈവദശകത്തിൻ്റെ ആവിഷ്കാര ശൈലിയിൽ നിന്നും വ്യത്യസ്തമായൊരു ശൈലിയാണ് ഈ കൃതിയുടെ രചനയിൽ ഗുരു സ്വീകരിച്ചിരിക്കുന്നത്. വ്യക്തിഗത പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ വിധത്തിലാണ് ഗദ്യപ്രാർത്ഥനയുടെ രചന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഗുരു സ്വയം സംബോധനയ്ക്കായി നാം എന്ന പദമാണ് പ്രയോഗിച്ചിരുന്നത്. നമുക്കറിയാം. ഞാൻ എന്ന ഗുരുവിൻ്റേതായ പദപ്രയോഗം ഗദ്യപ്രാർത്ഥനയിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരിടത്തും ഗുരു ഞാൻ എന്ന സംബോധന രേഖപ്പെടുത്തിയിട്ടില്ല. ഗൃഹസ്ഥന്മാരായ സർവർക്കും മനനത്തിനും ഭജനത്തിനും വേണ്ടി രചിക്കപ്പെട്ടതാണ് ഗുരുകൃതമായ ഗദ്യപ്രാർത്ഥന എന്ന് ഇതിൽ നിന്നും സ്പഷ്ടമാണ്. അപ്പോൾ ഓരോ ഗൃഹസ്ഥനും ഞാൻ എന്ന സ്വയം സംബോധനയോടുകൂടി വേണം ഈ ഗദ്യപ്രാർത്ഥന എന്ന കാവ്യത്തെ, അത് ഗദ്യകാവ്യം തന്നെയാണ്, അതിനെ അത്തരത്തിൽ വേണം ഭജനത്തിനും മനനത്തിനുമായി പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന ഉദ്ദേശ്യമാണ് ഗുരു ഇവിടെ ഞാൻ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. ഏകവും അഖണ്ഡവുമായ പരംപൊരുളിനെ പരമാത്മാവ് എന്നാണ് ഈ കൃതിയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പുരുഷഭാവം നൽകിയാണ് പരമാത്മാവിനെ വാഴ്ത്തുകയും അർത്ഥനകൾ നടത്തുകയും ചെയ്തിരിക്കുന്നത്. ദൈവമേ എന്ന സംബോധനയും പരമാത്മാവിൻ്റെ പര്യായം എന്ന നിലയിൽ ഈ കൃതിയിൽ പ്രയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. 121 വാക്കുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ ലഘു പ്രാർത്ഥന മനനപ്രധാനമാണ്. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല എന്ന പ്രസ്താവനയോടുകൂടി സമാരംഭിക്കുന്ന ഈ പ്രാർത്ഥനാകൃതി എൻ്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിൻ്റെ പരമപദം പ്രാപിക്കുന്നതിനും നിൻ്റെ അനുഗ്രഹം എന്നിലുണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഉപസംഹരിച്ചിരിക്കുന്നത്. പ്രായോഗിക അദ്വൈത സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഇച്ഛാശക്തിയുടെ വാങ്മയമാണ് ഈ പ്രാർത്ഥന എന്നു സാരം. ദൈവദശകം പോലെ തന്നെ
ഗദ്യപ്രാർത്ഥനയും ദൈവ ഉപനിഷത്തു തന്നെയാണ്. ദൈവത്തെ പരമാത്മാവായി ഭാവന ചെയ്ത് സാക്ഷാത്കരിക്കുന്ന സ്വയം ബോധന വൃത്തിയാണ് ഈ ഉപനിഷത്തിൻ്റെ പ്രത്യേകത. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഗദ്യപ്രാർത്ഥനയുടെ മനനത്തിലേക്കും ഭജനത്തിലേക്കും പ്രവേശിക്കുവാൻ. ഗദ്യപ്രാർത്ഥന ഒരാവർത്തി ജപിച്ചുകൊണ്ട് നമുക്കിന്നത്തെ ഈ പഠന ക്ലാസ് ഉപസംഹരിക്കാവുന്നതാണ്. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, വറുത്തുകളയുന്ന പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിയിച്ചു നല്ല വഴിയെ കൊണ്ടുപോകുമോ? ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. അല്ലയോ പരമാത്മാവേ, ഇപ്രകാരം ഇടവിടാതെ എനിക്കങ്ങയെ ധ്യാനിക്കുന്നതിനും അങ്ങയുടെ പരമാനന്ദം ലഭിക്കുന്നതിനും അങ്ങയുടെ അനുഗ്രഹം എന്നിലുണ്ടാകണമേ. അല്ലയോ ദൈവമേ, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല. ശരീരവും നീർക്കുമുള പോലെ നിലയറ്റതാകുന്നു. എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും. ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല. ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഞാൻ ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ. നീ എൻ്റെ സകല കഷ്ടപ്പാടുകളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിൻ്റെ പരമാനന്ദം നൽകണമേ. എൻ്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിൻ്റെ പരമപദം പ്രാപിക്കുന്നതിനും നിൻ്റെ അനുഗ്രഹം എന്നിൽ ഉണ്ടാകണമേ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.